നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. താൻ PSG വിട്ടു പോവുകയാണ് എന്ന് കിലിൻ എംബാപ്പെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണല്ലോ. ഒഫീഷ്യലായിട്ട് കാര്യം വരികയും ചെയ്തു. ഇപ്പം PSG കിലിൻ എംബാപ്പയെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ പുറകിൽ ആരാണ് തീരുമാനമെടുത്തത്, എന്താണ് കാര്യം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകര് ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഫബ്രീസിയോ റൊമാനോ അക്കാര്യത്തില് ചില കാര്യങ്ങൾ ഇപ്പം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നാൻഡസിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് PSG വിജയിച്ചേർന്നത്. ആ കളിയിലാണ് കിലിൻ എംബാപ്പയെ സ്റ്റാർട്ട് ചെയ്യിക്കാതെ ബെഞ്ചിലിരുത്തിയത്. കളിയുടെ 62-ാമത്തെ മിനിറ്റിൽ അസൻസിയോക്ക് പകരക്കാരനായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് വരികയും പിന്നെ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റുകയും ചെയ്തു. അതോടുകൂടി ലീഗ് വണ്ണിൽ ഇപ്പോൾ 21 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോററായിട്ട് എംബാപ്പെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കളിയിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല. അപ്പം ഇവിടെ ഫബ്രീസിയോ റൊമാനോ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. കിലിൻ എംബാപ്പെ ബെഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ തീരുമാനമെടുത്ത ലൂയിസ് എൻറിക്കെയാണ്. മാനേജർ ഡിസിഷൻ ആണ്, നോട്ട് PSG ഡിസിഷൻ എന്ന് ഫബ്രീസിയോ കൃത്യമായിട്ട് പറയുന്നത്. മാനേജർ എടുത്ത തീരുമാനമല്ല, അല്ലാതെ ക്ലബ്ബ് അദ്ദേഹത്തെ ബെഞ്ചിലിരുത്താൻ വേണ്ടി എടുത്ത തീരുമാനമല്ല. ഇപ്പം കഴിഞ്ഞ മിഡ് വീക്കിലാണല്ലോ UEFA ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കഴിഞ്ഞത്. അതുകൊണ്ട് താരത്തിന് റെസ്റ്റ് കൊടുക്കാൻ മാനേജർ തീരുമാനിച്ചതാണ്. ലൂയിസ് എൻറിക്കെ വാണ്ടഡ് ഹിം ടു റെസ്റ്റ് ആഫ്റ്റർ UCL എന്നാണ് ഫബ്രീസിയോ റൊമാനോയുടെ ട്വീറ്റിൽ പറയുന്നത്. എന്തായാലും കിലിയൻ കൃത്യമായിട്ട് PSG പറഞ്ഞിരുന്നു ഈ മത്സരത്തിന് മാത്രമല്ല ജൂൺ വരെ, അതായത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്നത് വരെ അദ്ദേഹം എപ്പോഴും അവൈലബിൾ ആയിരിക്കും, എല്ലാ കളിയും കളിക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡിന്റെ പ്രപ്പോസല് ജനുവരിയിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. ഏതായാലും ഈ കാര്യത്തിൽ കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ മിഡ് വീക്കില് UCL മത്സരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിലിൻ എംബാപ്പയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ ലൂയിസ് എൻറിക്കെ തീരുമാനിച്ചതാണ്. അതുപോലെ എംബാപ്പെ മാത്രമല്ല, 5 മാറ്റങ്ങളുമായിട്ടാണ് നാൻഡസിനെതിരെ ഇന്നലെ PSG ഇറങ്ങിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഫബ്രീസിയോയുടെ ഈ ഒരു ട്വീറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.